ക്രിസ്തുവിനോടുകൂടി ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവെന്ന ഗലാത്യർ 3:27 തിരുവചനം, റോമർ 6:3-5 വരെയും, അപ്പോസ്തല പ്രവൃത്തികൾ 2:38, 8:16, 19:5, വിശുദ്ധ മർക്കോസ് 16:16, വിശുദ്ധ യോഹന്നാൻ 3:5, 15:3, 1 കൊരിന്ത്യർ 12:13 എന്നിവ ചേർത്ത് ചിന്തിക്കേണ്ടവയാണ്. അപ്പോസ്തലന്മാർ സ്നാനം കഴിപ്പിച്ചത് യേശുവിൻ്റെ നാമത്തിലായിരുന്നു. സ്നാനം അഥവാ മാമോദിസ എന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ആദ്യ കൂദാശയും മറ്റ് കൂദാശകളിലേക്കുള്ള വാതിലുമാണ്. നാം ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ദിവസമാണത്. ആ തീയതിയെന്നും ഓർത്തിരിക്കുക. മാമോദിസ മൂലം നമുക്ക് പാപമോചനവും നീതീകരണവും ലഭിച്ചു. നാം വിശ്വാസികളുടെ കൂട്ടമായ സഭയിൽ ചേർന്നു. സഭയുടെ തലയായ ക്രിസ്തുവിനോടുകൂടി ചേർന്ന് അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളായി. അവയവങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും പാപം ചെയ്യാതിരിക്കുവാനും കഷ്ടമനുഭവിക്കുവാനും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരുമായി തീർന്നിരിക്കുന്നു എന്നർത്ഥം. അതിനായി നാം പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ്, അതായത് ക്രിസ്തുവിൽ നാം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. യഥാർത്ഥ രക്ഷകനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും പുതിയ സൃഷ്ടി അഥവാ ദൈവമക്കളായി തീരുകയും ചെയ്തു. തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രാപിച്ചു. മാമോദിസയേറ്റ വ്യക്തി ഏത് കാലഘട്ടത്തിലായാലും ക്രിസ്തുഹിത പ്രകാരമാണ് ജീവിക്കേണ്ടത്. അതായത് ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിലെ ശാഖകളാക്കുകയും നല്ല ഫലം കായ്ക്കുകയും വേണം എന്നർത്ഥം. ഫലം എന്നത് സുവിശേഷമാണ്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തയ്യാറാവുക. അതാണ് നമ്മിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.